ഓടി നടന്ന് പരദൂഷണം പറഞ്ഞ് എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് രക്ഷപ്പെടാൻ നോക്കുകയാണ് അപ്പാനി. നഴ്സറി ലെവൽ ടാസ്ക് ഒന്നും ഇല്ലെന്ന് ഏതോ ഒരു പ്രൊമോ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ ലാലേട്ടൻ്റെ. ഇപ്പം നഴ്സറി ലെവൽ പ്രൊമോയാണോ, നഴ്സറി ലെവലാണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ചെറിയ നഴ്സറി മിക്സ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഗെയിം പണിപ്പുര ടാസ്ക് 1 എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതൊരു പണിപ്പുരയാണ്. ഈ ബിഗ് ബോസിനകത്ത് ഈ സീസണിലെ ഒരു ഏറ്റവും ഭയങ്കരമായ സംഭവം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചതാണ് പണിപ്പുര. ഈ പണിപ്പുര ഇവർക്ക് കയറാനായിട്ടുള്ള ടാസ്കുകൾ ഇത്ര സില്ലി ആക്കേണ്ട കാര്യം എന്താണ്? ചിരിയും കളിയും ഭയങ്കര ഒരു ആഹാരം കൊടുക്കുക, രുചിച്ച് നോക്കുക, അതിന്റെ ടേസ്റ്റ് കണ്ടുപിടിക്കുക. പ്യുവർലി ഇറ്റ്സ് എ ഗസ്. വേറെ യാതൊരു രീതിയിൽ ഒന്നിയിൽ അവരുടെ കയ്യിൽ നിന്ന് പോകണം, ഇല്ലെങ്കിൽ ഗസ്. ഇതാണ് അവിടെ ഒരു ബിഗ് ബോസ് ലെവലിലെ ടാസ്ക്. ബിഗ് ബോസ് ലെവലിലെ ടാസ്ക് പോട്ടെ, ഇറ്റ്സ് ഡെയിലി ടാസ്ക് ആയിട്ടും സ്പോൺസർ ടാസ്ക് ആയിട്ടും അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടാസ്ക് ഒക്കെ ആയിട്ടൊക്കെ ഇത് കൊടുക്കാം. ഇത് ഈ സീസണിലെ പണിപ്പുര ടാസ്ക് ആണ്. ഞാൻ അതാണ് ചോദിക്കുന്നത്. ഒരൊറ്റ തവണ മാത്രം കയറാൻ പറ്റുന്ന പണിപ്പുര ടാസ്ക് ആണ്. ടാസ്ക് നമ്പർ 1 ആണ്. കൊടുത്തത് നഴ്സറി. ഇനി ഒരു പ്രൊമോയും കൂടെ വന്നിട്ടുണ്ട്. അതിന് ഇതിനേക്കാളും നഴ്സറിയാണ്. ആമയും മുയലും ഒക്കെ പറയുന്ന ഒരു പ്രൊമോയും കൂടി എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് 12:45 മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ആക്ച്വലി ഇവര് ഓരോരുത്തരായിട്ട് ഈ പറഞ്ഞ പോലെ ഷാനവാസും അപ്പാനിയുമായിട്ടുള്ള വിഷയം തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത്. ഓരോ ഏരിയയിൽ നിന്ന് എല്ലാവരും സംസാരിക്കുന്നു. അപ്പാനി എന്ത് ചെയ്യുന്നു എന്നറിയാമോ? കൂട്ടത്തിൽ ആളെ കൂട്ടാൻ നോക്കുകയാണ്. മീൻസ് എല്ലാവരുടെ അടുത്തും പോകുന്നുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, എന്താണ് ഷാനവാസിക്ക ഇങ്ങനെ പറയുന്നത്, ഞാൻ ഇക്കയെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇക്കയെ ഒന്നും ചെയ്തിട്ടില്ല, എന്താണ് ഇക്ക ഇവിടെ പറയുന്നത് എന്നൊക്കെ എല്ലാവരുടെ അടുത്തും, ഒരാളുടെ അടുത്തൊന്നല്ല എല്ലാവരുടെ അടുത്തും ഒറ്റയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ മൊത്തം ഇങ്ങനെ ഓടിച്ചോടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമാത്രം വിഷയമുണ്ട്. അപ്പാനി പേടിക്കുന്നുണ്ടെങ്കിൽ എന്തോ വിഷയം ഉണ്ട്. അതിനുശേഷമാണ് പണിപ്പുര നഴ്സറി വീണ്ടും വരുന്നത്. നിങ്ങൾ കുറെ പേര് ഇപ്പം എൻ്റെ മണ്ടേ കയറുമായിരിക്കും, എപ്പോഴും വഴക്ക് മാത്രം മതിയാ, എപ്പോഴും അടി മാത്രം മതിയാ, ഈ പറഞ്ഞ കുറച്ച് നമുക്ക് എൻജോയ് ചെയ്യണ്ടേ, ചിരിക്കണ്ടേ എന്നൊക്കെ ഉള്ളത്. എല്ലാം വേണം. ഞാൻ പറഞ്ഞത് ഓരോ ടാസ്ക് കൊടുക്കേണ്ടത് ഓരോ സമയത്താണ്. പണിപ്പുരയിൽ പോവുക എന്ന് പറയുന്നത് ഈ സീസണെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. ആ സാധനത്തിനാണ് എടുത്ത് സിമ്പിൾ ഈ ടാസ്ക് കൊടുത്തത്. എം ഓർ എക്ക്. പണിപ്പുരയിലെ 1ാമത്തെ ടാസ്ക് ആണ്. മൊത്തം 5 ടാസ്ക് ഉണ്ട്. 4 ടീമുകൾ. ഈ 5 ടാസ്കുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 4 ടീമുകളായിട്ടാണ് 2 ടീമുകളായിട്ടാണ് പിരിയേണ്ടത്. അതുപോലെ തന്നെ 4 ഫുഡ് ഐറ്റംസ്. ഇപ്പം ടാസ്ക് വേറെ ഒന്നുമല്ല, 4 ഫുഡ് ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസിൻ്റെയും ഈ 2 കോപ്പി വീതം. മീൻസ് ഒരുപോലത്തെ 2 ഫുഡ്, ഒരേപോലത്തെ 2 ഫുഡ് അവിടെ കാണും. അതിനകത്ത് ഒരെണ്ണത്തിൽ യഥാർത്ഥ രുചിയായിരിക്കും, ഒരെണ്ണത്തിനകത്ത് രുചിക്ക് മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങളിപ്പം 2 ടീമായിട്ട് പിരിയുമല്ലോ. അപ്പോൾ ഒരു ടീമിൽ 9 പേര്, മറ്റൊരു ടീമിൽ 9 പേര്, അങ്ങനെ ആയിരിക്കുമല്ലോ വരുന്നത്. അതിലെ 100 പോലും സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ്. ബിഗ് ബോസ് തന്നെയാണ് ഇതിനകത്ത് ടീമൊക്കെ പിരിച്ചിരിക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, ഒരു ടീമിൽ നിന്ന് 4 പേർക്ക് പങ്കെടുക്കാം, അപ്പുറത്തെ ടീമിൽ നിന്ന് 4 പേർക്ക് പങ്കെടുക്കാം. അപ്പം ആദ്യം നമ്മൾ വരിക, നമ്മുടെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരേപോലത്തെ 2 ഫുഡ് ഉണ്ടാവും. അപ്പോൾ ആ 2 ഫുഡ് ഏത് നമുക്ക് വേണോ ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എക്സ്പ്രഷൻ മാക്സിമം നമ്മൾ ഇല്ലാതെ നിൽക്കണം. ഇപ്പം രുചി ഉണ്ടെങ്കിലും ഇനിയിപ്പോൾ വേറെ രുചി, ഒറിജിനൽ രുചി അല്ലെങ്കിലും നമ്മളിങ്ങനെ മിണ്ടാതെ നിൽക്കണം. നമ്മുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് ഓപ്പോസിറ്റ് ടീം കണ്ടുപിടിക്കണം എന്താണ് ഇത്, എം ആണോ, അതായത് എം എന്ന് വെച്ച് കഴിഞ്ഞാൽ രുചിയുള്ളത്, ഒറിജിനൽ രുചി, ഫണ്ടാസ്റ്റിക്, എമ്മി എന്ന് നമ്മൾ പറയില്ലേ, എം ആണോ അതോ എക്കെന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലല്ലോ, ഒരുമാതിരി ഡിസ്കസിങ്. എം ആണോ എക്കാണോ എന്ന് കണ്ടുപിടിക്കണം. അതാണ് എമ്മും എക്കും. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഇനിയും ചോദ്യങ്ങൾ ഒത്തിരി ബാക്കിയുണ്ട്. ഈ ടാസ്കിനകത്ത് ഒരു കാരണവശാലും ഇവർ തോക്കൂല. അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ? ഈ ടാസ്കിൽ എം പറഞ്ഞാലും എക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഗുണമാണ്. ഞാൻ പറഞ്ഞുതരാം. അതായത് എതിർ ടീം ഊഹിച്ച് പറയുക എന്നുള്ളതാണ് ടാസ്ക്. എതിർ ടീം ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു പോയിന്റ്. തെറ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ഇപ്പം ആരുടെ ടീമിൽ നിന്നാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയത് അവർക്കൊരു പോയിന്റ്. അപ്പം ഞാൻ ആലോചിക്കണേ, പോയിന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് 2 ടീമിനോട് സമ്മാനം കൊടുക്കാൻ പോകുന്ന. കാരണം ഈ പണിപ്പുര എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാണ് അവർ ഇങ്ങനെ തിരിക്കുന്നത്? എനിക്ക് ആ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2 ടീമിനും പോയിന്റ്. ശരി, ഈ ടാസ്കിന് ഒരു ആവശ്യമേ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഇങ്ങനെ പറയണത് ഉത്തരം എല്ലാവരും കൂടെ ഇതിന്റെ ഈ ഗെയിം വെക്കേണ്ടത് വേറെ ഒന്നും ആയിരുന്നില്ല. ഒരു 8 എണ്ണം വെക്കണമെങ്കിൽ 8 പേരെ അവർക്ക് നിര നിർത്തിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ എം ആണോ എക്കാണോ എന്ന് പറയുക, കണ്ടുപിടിക്കുക. തീർന്നു. പറഞ്ഞില്ലെങ്കിൽ പോയിന്റ് പോകും, കിട്ടൂല, പണിപ്പുര കയറാൻ പറ്റില്ല. എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്നില്ല? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇത് പ്യുവർലി നഴ്സറി ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. പലരും പല അഭിപ്രായം പറയായിരിക്കും. എനിക്ക് ഇത് പ്യുവർലി നഴ്സറി തന്നെയാണ്. അപ്പോൾ 4 റൗണ്ട് ഉണ്ട്. ആദ്യത്തെ ടീം എ ആണ്.
അപ്പം ഒരേപോലത്തെ രണ്ടെണ്ണം ഉണ്ടാവും, അതിൽ നിന്ന് ഒരെണ്ണം വേണം സെലക്ട് ചെയ്യാനായിട്ട്. രുചിച്ച എക്സ്പ്രഷൻ കണ്ട് മാത്രം മോഹിച്ചാണ് പറയാനുള്ളത്. ഉത്തരം പറഞ്ഞതിന് ശേഷം ഇവർ കഴിക്കുന്ന എല്ലായിടത്തും ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റിന്റെ ബൗളിലാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. പ്ലേറ്റ് അവസാനം പൊക്കി കാണിക്കുമ്പോൾ പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് എം ആണോ എക്കാണോ എന്നുള്ളത്. അപ്പം പറയുന്നവർക്ക് പോയിന്റുകൾ കിട്ടും എന്നാണ് പറയുന്നത്. ആദ്യം ഒരു ടീം ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ടീം വരാൻ പാടുള്ളൂ. കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീം ഏതാണോ അവർക്കാണ് 500 പോയിന്റ് കിട്ടുന്നതെന്ന് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമിന് 500 പോയിന്റ് കിട്ടിയല്ലോ. 500 പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ വീട്ടുകാർക്ക് മൊത്തമാണല്ലോ കിട്ടുന്നത്. ഒരു ടീമിനാണെങ്കിലും ഈ വീട്ടുകാർക്ക് മൊത്തമാണല്ലോ കിട്ടുന്നത്. ഒരാൾക്ക് അപ്പം ഈ ജയിക്കുന്ന ടീമിൽ നിന്ന് ഒരാൾക്ക് നേരിട്ട് പണിപ്പുരയിലേക്ക് പ്രവേശിക്കാന്ന് പറയുന്നുണ്ട്. ഇവരെന്തായാലും ഇത് 3000 പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ 10 പേർക്കും കയറാം. 10 പേർക്ക് കയറാൻ പറ്റുമല്ലോ 3000 പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ബാക്കി 8 പേരെ മാറി നിൽക്കത്തുള്ളൂ. അപ്പോൾ അവിടെ ഇയാൾക്ക് ഡയറക്റ്റ് കയറാം, അങ്ങനെ ഒരു സാധനം വെക്കേണ്ട ഒരു കാര്യമേ അവിടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര നഴ്സറി ഫീൽ വന്നു. ടീം എ ബിഗ് ബോസ് തന്നെ പറയാണ്, ബിഗ് ബോസ് ശത്രുക്കളെയൊക്കെ പിടിച്ച് ഒരുമിച്ചിടുന്നു. ഷാനവാസ്, അപ്പാനി, രേണു, നൂറ, ജിസൈല്, ബിന്നി, പിന്നെ ഷാരിക, ഒനീല്, ഷൈത്യ, ഇവർ 9 പേരാണ് ഒരു ഗ്രൂപ്പിൽ. അടുത്ത ഗ്രൂപ്പിൽ ടീം ബി അക്ബർ, അനു, അനീഷ്, റെന, സരിക, ആദില, ആര്യ, ആര്യൻ, അഭിലാഷ്, ഇവരിത്രയാണ് അടുത്ത് മറ്റൊരു ടീമിൽ. ഓക്കെ, ഇനി പിന്നെ ഇതിനകത്ത് റൗണ്ട് 1 ഇന്ന് ആദ്യം പോകുന്ന നൂറയാണ്. നൂറ പോകുന്നു, ഒരു ബൗൾ എടുക്കുന്നു, ഇങ്ങനെ കഴിക്കണം. വിത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. നൂറ ഇങ്ങനെ കഴിക്കുന്നു. എം ആണോ എക്കാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓപ്പോസിറ്റ് ടീമാണ് ഗസ് ചെയ്ത് പറയാനുള്ളത്. അവർ എക്കെന്ന് പറയുന്നു, തെറ്റുത്തരം. എക്കെന്നാണ് പറയുന്നത്, തെറ്റുത്തരം. കാരണം എമ്മി ഫുഡായിരുന്നു. അപ്പം ആർക്ക് പോയിന്റ് കിട്ടുന്നു? ഇവർക്ക്, ഈ ടീം എക്ക് തന്നെ ഒരു പോയിന്റ് കിട്ടുന്നു. അപ്പം ഞാൻ ഇത് എന്തൊരു കൂറ കളി എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. സീരിയസ് ആയി ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത് അപ്പാനി പോകുന്നു. അപ്പാനിക്ക് ജ്യൂസാണ് കുടിക്കാനുള്ളത്. ജ്യൂസ് കുടിച്ചിട്ട് അപ്പാനി അപ്പാനൊരു ഓവർ എക്സ്പ്രഷൻ അപ്പം ഇവർ പറയുന്നു ഇത് മനഃപൂർവ്വം കാണിക്കുന്നതാണ്, നമ്മൾ മധുരമാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അവർ എക്ക് പറയുന്നു, ശരി. ടീം ബിക്ക് പോയിന്റ് കിട്ടുന്നു. മൂന്നാമത് ജിസേല് പോകുന്നു, ഒരുമാതിരത്തെ ഒരു എക്സ്പ്രഷൻ ഇടുന്നു. എക്കാണോ എം ആണോ എന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പൊ എക്കെന്ന് പറയുന്നു, അത് തെറ്റുത്തരം. എക്കെന്ന് ഓപ്പോസിറ്റ് ടീം പറയുന്ന തെറ്റുത്തരം. അപ്പൊ ഇവർക്ക് തന്നെ വീണ്ടും പോയിന്റ് കിട്ടുന്നു. നാലാമത് ഒനിയിൽ പോകുന്നു. ഒനിയിൽ പോയി അലുവയോ അങ്ങനെ എന്തോ പോലത്തെ ഒരു സാധനമാണ് എടുത്ത് കഴിക്കുന്നു. അത് എം ആണെന്ന് മറ്റൊരു ഉത്തരം പറയുന്നു, അതും തെറ്റാണ്, ഒരു പോയിന്റ് കിട്ടുന്നു. ഇനി ഈ ടാസ്ക് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു സാധനം എടുക്കുന്നു, ഒരു കുപ്പി വെള്ളം എടുക്കുന്നു. ഈ വെള്ളം എടുത്ത് മീൻസ് നമ്മൾ ചിരിക്കുകയും ചെയ്യുക, കക്കിയാണെന്ന് കാണിക്കുകയും ചെയ്യുക. മീൻസ് ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റ് ആണെന്നും ഇങ്ങനെ എല്ലാം കാണിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒന്നുകിൽ കയ്ക്കുന്ന അത് മാത്രം കാണിക്കരുത്, അല്ലെങ്കിൽ എമ്മി അത് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഒരു ഐഡിയയും കിട്ടത്തില്ല. ഈ ടാസ്ക് കളിക്കേണ്ട അങ്ങനെയാണ്. ഞാൻ നോക്കി ഒരാളെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ എവിടെ, ആര് ചെയ്യാൻ? ഞാനത് കണ്ടിട്ടില്ല. പിന്നെ മൊത്തം ക്യാമറ അവരെ കാണിച്ചിട്ടുമില്ല. 1-2 പേരുടേത് മാത്രമേ എക്സ്പ്രഷൻ കാണിച്ചിട്ടുള്ളൂ. രാത്രി എപ്പിസോഡ് വരുമ്പോൾ അറിയാം ഇനി അങ്ങനെ കാണിച്ചിട്ടുണ്ടോ, ഒന്നും അറിയത്തില്ല, ഒന്നും പിടിയിടുന്നില്ല. അടുത്ത ടീം ബി പോകുന്നു. ടീം ബിയിൽ നെവിൻ പോകുമ്പോൾ എക്കാണെന്ന് നമ്മുടെ ടീം എ ആണ് മറുപടി പറയുക. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും ടീം എക്ക് 3 പോയിന്റ്, അവർ ടീം എക്ക് 3 പോയിന്റ് കിട്ടുന്നു. കാരണം ഓപ്പോസിറ്റ് ടീം 3 തെറ്റുത്തരമാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് 3 പോയിന്റ് കിട്ടുന്നു. ഓപ്പോസിറ്റ് ടീം ഈ അപ്പാനി കൊണ്ട് മണ്ടത്തരം കാണിച്ചത് മാത്രം അവർ കറക്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ടീം എക്ക് 3 പോയിന്റ്, ടീം ബിക്ക് 1 പോയിന്റ്. രണ്ടാമത്തെ ടീം ബി എന്നാണ് ആൾക്കാർ വരുന്നത്. നെവിൻ പോകുന്നു, എക്കാണെന്ന് പറയുന്നു. ഓപ്പോസിറ്റ് ടീം തെറ്റ്, 1 പോയിന്റ് നെവിൻ്റെ ടീമിന് കിട്ടുന്നു. അനീഷ് പോകുന്നു, അടുത്ത് എക്കാണെന്ന് പറയുന്നു, ശരി ഉത്തരം. ആദില പോകുന്നു, എം ആണെന്ന് പറയുന്നു, ശരി ഉത്തരം. അനു പോകുന്നു, എം ആണെന്ന് പറയുന്നു, ശരി ഉത്തരം. അങ്ങനെ ടീം എക്ക് തന്നെ വീണ്ടും 3 പോയിന്റ് കിട്ടുന്നു. ടീം ബിക്ക് ഇപ്രാവശ്യം 1 പോയിന്റ് തന്നെ കിട്ടുന്നു. ടീം ബി എന്നാണ് കളിക്കാൻ പോയത്. അങ്ങനെ ഈ 2 റൗണ്ടുകളും കഴിഞ്ഞു, എല്ലാം ഫിനിഷാക്കി. അപ്പൊ ടീം എക്ക് ആദ്യം കിട്ടിയ അവരുടെ ടീമിൽ നിന്ന് കളിക്കാൻ പോയപ്പോൾ ഓപ്പോസിറ്റ് ടീം തെറ്റുത്തരം പറഞ്ഞു 3 എണ്ണം. അപ്പൊ ആ 3 പോയിന്റും കിട്ടി. ഓപ്പോസിറ്റ് ടീമിൽ നിന്ന് കളിക്കാൻ പോയപ്പോൾ ഇവരുടെ ടീം ശരി ഉത്തരം പറഞ്ഞ 3 എണ്ണം, ആ പോയിന്റും കിട്ടി. അപ്പൊ 3 6 പോയിന്റ് ടീം എക്ക്. ടീം എയിൽ ആരൊക്കെയാ? ഷാനവാസ്, അപ്പാനി, രേണു, നൂറ, ജിസൈൽ, ബിന്നി, ഷാരിക, ഒനീല്, ഷൈത്യ. ഓക്കെ, ഇവരാണ് ടീം എയിൽ. ഇനി അടുത്ത ടീം ബിയിൽ ഇവരാദ്യം ടീം എയിൽ നിന്ന് ആൾക്കാർ പോയപ്പോഴത്തേക്ക് ഇവരൊരു ശരി ഉത്തരം പറഞ്ഞു, അങ്ങനെ 1 പോയിന്റും കിട്ടി. ടീം ബി ഇന്ന് ആൾക്കാർ പോയപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ടീം ഒരു തെറ്റുത്തരവും പറഞ്ഞു, അങ്ങനെ അതിൽ നിന്ന് 1 ശരി ഉത്തരവും കിട്ടി. പക്ഷെ അതിൽ നിന്ന് 1 പോയിന്റും കിട്ടി. അപ്പോൾ 1-1 2 പോയിന്റാണ് ടീം ബിക്ക് കിട്ടിയത്. ടീം ബിയിലുള്ളത് അക്ബർ, അനുമോള്, അനീഷ്, റെന,
സരിക, ആദില, ആര്യൻ, അബി, പിന്നെ ഒരാൾ കൂടിയുണ്ട്, പിന്നെ ആരാണ്, അക്ബർ. ഇവരിത്രയാണ് ആ ടീമിന്. അല്ല, അക്ബർ അല്ലല്ലോ, അക്ബറിന്റെ പേര് ഞാൻ പറഞ്ഞു. ടീം ബിയിലുള്ളത് അനീഷ്, ഒന്നുകൂടെ പറയാം, നെവിൻ്റെ പേരാണ് കേട്ടത്, നെവിൻ. ഇവരിത്രയും പേരുണ്ട് കേട്ടോ. അക്ബർ, അനീഷ്, അനു, റെന, സരിക, ആദില, ആര്യൻ, അഭിശ്രീ, നെവിൻ. ഇവരിത്രയാണ് ടീം ബിയിൽ. അപ്പോൾ ഇവർക്ക് 2 പോയിന്റ്. അപ്പം ബിഗ് ബോസ് പറയുകയാണെ 500 പോയിന്റുകൾ നേടി, 6 പോയിന്റുകളുമായി 500 ലക്ഷറി ബഡ്ജറ്റ് പോയിന്റുകൾ നേടിയ, പണിപ്പുരയിലേക്ക് ഇപ്പോൾ 500 പോയിന്റുകൾ നേടിയ ടീം എക്ക് അഭിനന്ദനങ്ങൾ. എല്ലാവരും കൊട്ടുന്നേ. എന്ത് കാര്യം ഇത്? മറിച്ച് ഒന്നുകിൽ ടീം എക്ക് കിട്ടുമായിരുന്നു, ഇല്ലെങ്കിൽ ടീം ബിക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഇതുകൊണ്ടുള്ള ആകെ ഒരു ഗുണം, ടീം എക്ക് ഇപ്പോൾ ഒരാളെ ഡയറക്റ്റ് ആയിട്ട് പണിപ്പുരയിലേക്ക് പോകാൻ വേണ്ടി സെലക്ട് ചെയ്യാം. ജിസേലിനെ സെലക്ട് ചെയ്യുന്നു. ഇതിലെന്താണ് ഒരു പുതുമയുള്ളത്? അല്ലെങ്കിൽ മീൻസ് ടീം ഈ ബിഗ് ബോസിലേക്ക് പോവാൻ, അല്ലെങ്കിൽ പണിപ്പുരയിലോട്ട് പോകാൻ വേണ്ടി എന്ത് സാധനമാണ് ഇതിനകത്തുള്ളത്? ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. എനിക്ക് മനസ്സിലാവുന്നില്ല. നഴ്സറി ലെവൽ ടാസ്ക് ദയവ് കരുതി അവസാനിപ്പിക്കൂ ബിഗ് ബോസ്. നമുക്ക് കാണേണ്ടത് വേറെ തരം ആട്ടമാണ്. ഇത് വേറെ നഴ്സറി ആയിപ്പോയി, ലക്കായിപ്പോയി. അനീഷ് പറയുന്നുണ്ട് ഇത് ലക്ക് വെച്ച് കളിക്കുന്ന ഗെയിമാണ്. അപ്പോൾ ഒനിയില് ലക്കാണെങ്കിൽ 3-3 നിന്നിട്ട് അവസാനം വരണമായിരുന്നു. അപ്പം ഒനിയില് അപ്പോൾ അനീഷ് പറഞ്ഞു ഒരു കോയിൻ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നീ ഹെഡ് വീഴും, ഇല്ലെങ്കിൽ ടെയിൽ വീഴും. അങ്ങനെയല്ലേ? ഇത് അങ്ങനെയൊന്നും അല്ല. പക്ഷേ ഇതിന്റെ നടുക്ക് ഒനിയിൽ പറഞ്ഞതും ശരിയല്ല, അനീഷ് പറഞ്ഞതും ശരിയല്ല. എനിക്ക് പറയാനുള്ള ഒപ്പീനിയൻ, ഇത് പണിപ്പുര ടാസ്ക് ആണ്. പണിപ്പുര ടാസ്ക് ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? സീസൺ 7 പണി ഫോർ പണിപ്പുരക്കുള്ള ടാസ്ക് ഇതാണോ? അത് മാത്രമേ ഉള്ളൂ എൻ്റെ ക്വസ്റ്റ്യൻ. വേറെ ഏത് ടാസ്ക് ആയിട്ടും ഇത് കൊടുത്തോട്ടെ, പണിപ്പുരക്കുള്ള ടാസ്ക് ഇതാണോ? അത്രേ ഉള്ളൂ. അടുത്ത ലൈവ് അപ്ഡേറ്റോടെ വരാം, വിശേഷത്തോടെ വരാം. അതുവരേക്കും ബൈ.